വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ തലയ്ക്ക് തുന്നൽ നടത്തിയ സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന മന്ത്രി VN വാസവൻ. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പമ്പ മണപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ തുടക്കം കുറിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. അതിന് ബദൽ സംവിധാനം ആശുപത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡീസൽ ഉൾപ്പെടെ കൊടുത്ത് അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ രാത്രിയിൽ ഒരു കുട്ടിക്കുണ്ടായ ചെറിയ അപകടം സ്റ്റിച്ച് ഇടേണ്ടതായി വന്നു. ആ സ്റ്റിച്ച് ഇടേണ്ട സമയത്ത് ടോർച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ഇട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഡീസലുള്ളപ്പോൾ അല്ല, അവർ പറഞ്ഞല്ല, അവരില്ലല്ലോ അവിടെ ജോലിക്കാർ. അവിടുത്തെ ജോലിക്കാരിൽ നിന്ന് MLA അന്വേഷിച്ചപ്പോൾ MLA സൂചിപ്പിച്ചൊരു കാര്യമാണ്. അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണോ ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കുക. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് നമുക്കൊരു പരിഹാരം ഉണ്ടാകും. യഥാർത്ഥത്തിൽ അവിടെ ഡീസൽ ഉണ്ടായിരുന്നു, ജനറേറ്റർ ഉണ്ടായിരുന്നു, അത് പ്രവർത്തിച്ചില്ല എന്നുള്ളത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മെയിൻ്റനൻസിന് വേണ്ടി ജനറേറ്റർ ഉൾപ്പെടെ നിർത്തിവെച്ചു. ആ സമയത്താണ് അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അത് നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയല്ല. പ്രവർത്തിപ്പിക്കാറില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി അല്പസമയം നിർത്തിവെച്ചപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. ലോകത്തിൽ 60% ഡീസലും ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഡീസലില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവിടെ ഉണ്ടായിരുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ആ നിമിഷം വിനിയോഗിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. അല്ല, അത് പരിശോധിക്കാതെ നമുക്ക് പെട്ടെന്ന് കയറി ഒരു നടപടിയിലേക്ക് പോകുന്നതിന് പകരം ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവം എന്താണെന്ന് കാര്യകാരണ സഹിതം പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയില്ലേ ഒരാളെ നടപടി എടുക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ആ വിഷയം കൃത്യമായി പരിശോധിക്കും. അത് സംശയം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫെബ്രുവരി 1-ാം തീയതി ആശുപത്രിയെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെക്കുറിച്ചാണ്. അതിൽ ചില തിരുത്തുകൾ ഉണ്ട്. അത് തിരുത്തണമെന്ന് എനിക്ക് ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും നിർദ്ദേശം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ പത്രസമ്മേളനമായിട്ട് എല്ലാവരെയും വിളിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഫെബ്രുവരി 1 രാവിലെ 9:30 മുതൽ KSEB സപ്ലൈ ഇല്ല, മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ ജനറേറ്ററിലായിരുന്നു സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരുന്നത്. 2:30 KSEB സപ്ലൈ പുനഃസ്ഥാപിച്ചു. പക്ഷേ ആ സമയത്ത് ഈ ചേഞ്ചിങ് റിലേ വർക്കിംഗ് അല്ല എന്ന് നമ്മുടെ ടെക്നിക്കൽ ടീം കണ്ടുപിടിച്ചു. ഈ 2:30 സമയത്ത് അപ്പം മുതൽ അവരതിൻ്റെ പുറകെ നടന്നു. ആ സമയത്ത് ഫുള്ള് ഷട്ട് ഡൗൺ ഒരു അരമണിക്കൂറിന് അടുത്ത് ഉണ്ടായി. കാരണം എങ്കിലേ ഈ ഫുള്ള് ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഈ വൈദ്യുതി വിച്ഛേദിച്ചാൽ മാത്രമേ നമുക്ക് ഈ കംപ്ലൈൻറ്റ് ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചേഞ്ച് ഓവർ റിലേയിലാണെന്ന് അവർ കണ്ടെത്തി. ഇവർ PWD ഇലക്ട്രിക്കൽ വിങ്ങിനെ പ്രസ്തുത കാര്യം ധരിപ്പിച്ചു. അപ്പോൾ അവർ നിർദ്ദേശപ്രകാരം എറണാകുളത്തുള്ള ടെക്നിക്കൽ ഏജൻസി ഇതിന് കോമ്പിറ്റൻ്റായ അവരുമായിട്ട് അവർ കോൺടാക്റ്റ് ചെയ്തു. നമ്മളിവിടുന്ന് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തു സ്ഥാപനത്തിൽ നിന്ന്. ഏകദേശം 3 മണിയോട് കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ ടെക്നീഷ്യൻ ഒരു സ്ഥലത്ത് സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയപ്പം ഇദ്ദേഹം ഇവിടെ എത്തി. ഒരു 6:45 മുതൽ 7:30 വരെ ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫോൾട്ട് പരിഹരിക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഈ ഫോൾട്ട് പരിഹരിക്കാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും ഫോൾട്ട് ഫൈൻഡ് ചെയ്യാനുള്ള സമയത്തും ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്തു. കാരണം അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെയാണ് പരാതികൾക്ക് ഇട വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ധാരണക്കുറവാണ്. കാരണം അദ്ദേഹം നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. ഇതിൻ്റെ ഡീസലും ഇതിൻ്റെ ലോഗോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വിങ്ങാണ്. അതായിരിക്കും അദ്ദേഹം തീർന്നതാണോ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത്. പിന്നെ ഈ ടോർച്ച് വെളിച്ചത്തിൽ തുന്നിയെന്ന് പറയുന്നത് തുന്നിയത് അവിടെയല്ല, തുന്നിയത് കാഷ്വാലിറ്റി വെച്ചാണ്. അത് ഏകദേശം 4:05 സമയത്താണ്. ആ സമയത്ത് കാഷ്വാലിറ്റി ആ റൂമിൽ ആവശ്യം കൂടുതൽ പെട്രോളുള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ചെയ്തതിൽ, അതായത് ടോർച്ച് വെട്ടത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാഹചര്യം അതിനെക്കുറിച്ച് പറയാം, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഉദാഹരണം, ഒരു മാസ് കാഷ്വാലിറ്റി, ഒരു ഡെത്ത് ഉണ്ടായി, നമ്മൾ പോസ്റ്റ്മോർട്ടം പറമ്പിലിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഓരോ നീഡ് അനുസരിച്ച് അവർ ചെയ്തു. ഞാനവരെ ഈ ഒരു പരിമിതമായ സാഹചര്യത്തിലും ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാം അവർ സ്റ്റെറൈൽ ടെക്നിക്കും ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ തുന്നലിടാനുള്ള വെട്ടം ഈ കാഷ്വാലിറ്റിയിലുണ്ട്. ഇല്ല, അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഇന്നലെ നമുക്കിതിന് ലോഗുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ പോലെ അത് ലോഗ് ബുക്കുണ്ട്. അതിൻ്റെ അകത്ത് ഇന്നലെ ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ അഡീഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഏകദേശം 120 ലിറ്ററോളം ഡീസൽ അഡീഷണൽ വാങ്ങി സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡീസൽ ഒരിക്കലും ഇല്ലാണ്ട് വരത്തില്ല. കാരണം ഇത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ജനറേറ്ററാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല. അല്ല
ആ ഷട്ട് ഡൗൺ ചെയ്ത് ഡീസൽ ഇല്ലാണ്ടല്ല, ഇത് ഷട്ട് ഡൗൺ ചെയ്താൽ നന്നാക്കാൻ പറ്റും. കാരണം അല്ലാണ്ട് അതിലൊരു മാർഗ്ഗവുമില്ല. ഒരു ടെക്നീഷ്യനും റിസ്ക് എടുത്ത് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല, ഞാനത് പ്രൊമോട്ട് ചെയ്യാനും പാടില്ല. ലൈറ്റുകളുണ്ട്, ആ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ടിലേ കത്തും. അതൊന്ന്. രണ്ട്, ഇന്നലെ ആർമോയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ ഈ മെഴുകുതിരി വാങ്ങിക്കൊടുത്തു ഈ ഫുൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത്. അതുകൂടാണ്ട് നമ്മൾ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, ഇന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യുക ആണ് എന്ന്. ജനങ്ങൾ പരിഭ്രാന്തപ്പെടരുത്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഈ നടുഭാഗമെല്ലാം ഈ വിൻഡോകളൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്താൽ ഫുള്ള് ഇരുട്ടാണ്. ഈ സൈഡിൽ മാത്രമേ നമുക്ക് നാച്ചുറലി വെട്ടം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾ ചെയ്തു. പിന്നെ മൂന്നാമത് ചെയ്ത് കാഷ്വാലിറ്റിയുടെ ആ ഭാഗത്തോട്ട് നമുക്ക് CCTVക്കുള്ള ഒരു UPS ഉണ്ട്, അവിടെ നിന്നൊരു ലൈനും കൂടെ അഡീഷണൽ എടുത്ത് കൊടുത്തു ഈ കാഷ്വാലിറ്റി ഏരിയയിലോട്ട്. അതായത് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് വെട്ടത്തിന് വേണ്ടി. അതാണ് നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാനായിട്ട് ചെയ്തത്. വാർഡിൽ മെഴുകുതിരി, അവിടെ UPSൻ്റെ കണക്ഷൻ കാഷ്വാലിറ്റിയിൽ. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പമ്പ മണപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ തുടക്കം കുറിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. As I said, this is an auspicious occasion, and this very auspicious occasion, I would have preferred to speak to you in Malayalam, but unfortunately, I do not know the Malayalam language. Sometimes we used to use the word Manava Dharma, neighbor, that is Kshedara Dharma. How Pita, that is father, should behave, Pitra Dharma, Putra Dharma. All those things were called Dharma. And that Dharma was needed to be preserved all these years. And our seers, our Swamijis, our Mathadipatis, they felt that was necessary. Because history will tell us, all those who have invaded this land, this country, have targeted the mutt and mandirs. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സംബൂജ് സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹിന്ദു മഹാമണ്ഡലം ജനറൽ സെക്രട്ടറി AR വിക്രമൻപിള്ള, ആന്റോ ആന്റണി MP, പ്രമോദ് നാരായണൻ MLA എന്നിവർ സംസാരിച്ചു.